ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിഷ്ണുവേട്ടന്റെ ജീപ്പിന്റെ കീ എന്തിനാ കൊടുത്തേ? മോളെ, അത് പിന്നെ വിഷ്ണുവിനെ കാണണമെന്ന് പറഞ്ഞ് രാഘവേട്ടൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. ആക്സിഡന്റ് ആയി. ഈ പയ്യന് തക്ക സമയത്ത് അവിടെയെത്തി രാഘവേട്ടനെ രക്ഷിച്ചത് വിഷ്ണു ആണെന്ന് പറഞ്ഞ് രാഘവേട്ടൻ വിടാതെ ആ പയ്യനെ നിർബന്ധപൂർവ്വം ഇവിടേക്ക് വിളിച്ചോണ്ട് വന്നതാ. അങ്ങനെ കൊണ്ടുവന്നപ്പോ അവൻ ഇവിടുത്തെ എല്ലാ അധികാരങ്ങളും അങ്ങ് കൊടുത്തോ? തന്റെടിയാ. രോഹിത്തിനെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോഴേ ഞാൻ ഇവനെ നോട്ടം ഇട്ടതാ. നമ്മുടെ പലിശ പണം പിരിക്കുന്ന പണിക്ക് ഇവൻ മിടുക്കന്. വിഷ്ണുവിന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കും. എന്നുവെച്ച് വിഷ്ണുവേട്ടനാവില്ലല്ലോ. നമ്മുടെ പണമൊക്കെ പുറത്തു കിടക്കല്ലേ. വിഷ്ണു വരുന്നതുവരെ കാത്തിരുന്ന് അത് ചിലപ്പോ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? സത്യമേ. വിഷ്ണുവേ വരുമ്പോ വരട്ടെ. അതുവരെ അവനിവിടെ നിൽക്കട്ടെ. ലക്ഷങ്ങളാ മോളെ പുറത്തു കിടക്കുന്നത്. എന്നെ തകർക്കുന്ന ഒരു തീരുമാനവും നീ എടുക്കരുത്. നിങ്ങൾ എന്താ രണ്ടുപേരും മിണ്ടാതിരിക്കുന്നേ? ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ? രണ്ട് പാട്ടൊക്കെ പാടന്നേ. പപ്പി പറ, ഏത് പാട്ട് പാടാം? ആ, വിഷ്ണുച്ചന്റെ കൂടെ നമ്മൾ പോയപ്പോ പാടിയ പാട്ട് പാടാം. ഒന്നാം തരം ബലൂൺ തരാം, ഒരു നല്ല തീയിൽ തരാം, ഓടി ഓടി വാ. അയ്യേ, ഇതൊക്കെ പണ്ടത്തെ പാട്ടുകളല്ലേ. അതൊക്കെ മാറ്റ്, വേറെ പാട്ട് പാട്. മക്കളെ, ഒരു പാട്ട് പാടിയേ. ഒന്നാം തരം ബലൂൺ തരാം. അയ്യോ, ഒന്നാം തരം ബലൂൺ കേട്ട് കേട്ട് മടുത്തു. വേറെ വല്ല പാട്ടും പാട്. ഈ അങ്കിളും വിഷ്ണു അച്ഛനെ പോലെ തന്നെ. മറ്റേ പാട്ട് പാടാം. കണ്ണോട് കണ്ടപ്പോ കണ്ടെത്തി ഞാൻ. മറ്റേ പാട്ട് പാടാം. കണ്ണോട് കണ്ടപ്പോ കണ്ടെത്തി ഞാൻ ആയിരം താരങ്ങൾ. പോക്കട്ടെ. പിന്നെയും പിന്നെയും കണ്ടനേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കിടിലുമായിരുന്നു. ഓ, ഇനി നമുക്ക് അങ്ങോട്ടൊക്കെ പോകുമ്പോ എൻജോയ് ചെയ്ത് പോവാം കേട്ടാ.